വെൽക്കം ടു അഡ്രിനാലിൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബയോകെമിസ്ട്രിയിലെ നിയാസിൻ എന്ന ടോപ്പിക്കാണ്. നിയാസിൻ വൈറ്റമിൻ B3 ആണ്. നിയാസിൻ, നിക്കോട്ടിനിക് ആസിഡ് ഒക്കെ സിനോണിംസ് ആണ്. അതിനെ പെല്ലഗ്ര പ്രിവെന്റിംഗ് ഫാക്ടർ ഓഫ് ഗോഡ്ബർഗ് എന്ന് വിളിക്കുന്നുണ്ട്. പെല്ലഗ്ര എന്താണ് നമ്മൾ വഴിയെ കാണുന്നതാണ്. ഇനി സ്ട്രക്ചറലി നോക്കുകയാണെങ്കിൽ നിയാസിൻ പിരിഡിൻ 3 കാർബോക്സിലിക് ആസിഡ് ആണ്. നിയാസിൻ അതിൻ്റെ കോൺസെപ്റ്റ് ഫോം ഏതൊക്കെയാണ്? നിക്കോട്ടിനമൈഡ് അഡെനിൻ ഡൈന്യൂക്ലിയോടൈഡ് NAD+, അതുപോലെ നിക്കോട്ടിനമൈഡ് അഡെനിൻ ഡൈന്യൂക്ലിയോടൈഡ് ഫോസ്ഫേറ്റ് NADP+. ഓക്കെ, ഇനി നിയാസിൻ അതിൻ്റെ ഓക്സിഡൈസ്ഡ് ഫോമിൽ ഈ നിക്കോട്ടിനമൈഡിൻ്റെ അതിന് നൈട്രജൻ ഉണ്ട്. ആ നൈട്രജന് പോസിറ്റീവ് ചാർജ് ഉണ്ടാവുന്നുണ്ട് ഓക്സിഡൈസ്ഡ് ഫോമിൽ. അതുകൊണ്ടാണ് ആ NAD+, ആ പ്ലസ് ഫോം വരുന്നതിന് കാരണം. ഓക്കെ, നെക്സ്റ്റ് NAD+ ഡിപ്പെൻഡഡ് എൻസൈംസ്. ടെക്സ്റ്റിൽ കുറേ എക്സാമ്പിൾ നമ്മൾ കാണുന്നുണ്ട്. ഒരു ബോക്സിൽ വാസുദേവൻ സാറിൻ്റെ ടെക്സ്റ്റിൽ നമ്മൾ കാണുവാണെങ്കിൽ കുറേ ബോക്സസ് കാണുന്നുണ്ട്. അപ്പോൾ അതിലെ നമുക്ക് ഓർക്കാൻ പറ്റുന്ന 2-3 എക്സാമ്പിൾസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യത്തെ NAD+ ഡിപ്പെൻഡഡ്, NAD+നെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് എൻസൈംസ് ഉണ്ട്. ആദ്യത്താണ് ലാക്റ്റേറ്റ് ഡിഹൈഡ്രജനേസ്. ലാക്റ്റേറ്റ് പൈറുവേറ്റ് ആയിട്ട് മാറുന്ന എൻസൈം ആണല്ലോ ലാക്റ്റേറ്റ് ഡിഹൈഡ്രജനേസ്. അതിന് NAD+ വേണം. അതുപോലെ ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ഗ്ലൈക്കോലൈസിസിൽ നമ്മൾ കാണുന്നുണ്ട്. ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് 1,3-bis ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. അതിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ഡിഹൈഡ്രജനേസ്. അതിന് ഈ NAD+ ഡിപ്പെൻഡഡ് ആണ്. അതുപോലെ പൈറുവേറ്റിനെ അസറ്റൈൽ കോയയായിട്ട് മാറ്റുന്ന പൈറുവേറ്റ് ഡിഹൈഡ്രജനേസ്, ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റിനെ സക്സിനൽ കോയയായിട്ട് മാറ്റുന്ന ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് ഡിഹൈഡ്രജനേസ്. ഈ 4 ഇതുപോലെ ഒരുപാട് എൻസൈംസ് ഉണ്ട്. എന്നാൽ നമുക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ നമ്മൾ ബയോകെമിസ്ട്രി പഠിക്കുമ്പോൾ ഈ റിയാക്ഷൻസ് ഒക്കെ നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് ലാക്റ്റേറ്റ് ഡിഹൈഡ്രജനേസ്, ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ഡിഹൈഡ്രജനേസ്, പൈറുവേറ്റ് ഡിഹൈഡ്രജനേസ്, ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് ഡിഹൈഡ്രജനേസ്, ഈ എൻസൈംസ് ഒക്കെ NAD+ ഡിപ്പെൻഡഡ് ആണ്. ദെൻ NADPS ജനറേറ്റിംഗ് എൻസൈംസ്. ഓക്കെ, NADPS ജനറേറ്റ് ചെയ്യുന്ന കുറച്ച് എൻസൈംസും ഉണ്ട്. അതുപോലെ NADPS യൂട്ടിലൈസ് ചെയ്യുന്ന കുറച്ച് എൻസൈംസും ഉണ്ട്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ജനറേറ്റ് ചെയ്യുന്ന എൻസൈംസാണ്. നമ്മുടെ HMP ഷണ്ട് പാത്വേ ഇല്ലേ ഗ്ലൂക്കോസിൻ്റെ, അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന 2 എൻസൈംസ് ആണ് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഡിഹൈഡ്രജനേസും 6-ഫോസ്ഫോർഗ്ലൂക്കണേറ്റ് ഡിഹൈഡ്രജനേസും. ഈ 2 എൻസൈംസ് NADPS ജനറേറ്റ് ചെയ്യുന്ന എൻസൈമാണ്. അതുപോലെ NADPSനെ യൂട്ടിലൈസ് ചെയ്യുന്ന എൻസൈംസ് ഏതൊക്കെയാണ്? HMG കോയ റിഡക്ടീസ്. HMG കോയയെ മെവനലേറ്റ് ആയിട്ട് മാറുന്നുണ്ടല്ലോ, അതാണ് അതിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ അതിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് HMG കോയ റിഡക്ടീസ്. ആ എൻസൈം അതുപോലെ മെത്ത് ഹീമോഗ്ലോബിൻ ആയിട്ട് മാറുന്നതിന് NADPS യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഫീനിൽ അലാനിൻ ഹൈഡ്രോക്സിലേസ്, ഫീനിൽ അലാനിൻ ടൈറോസിനായിട്ട് മാറുന്നുണ്ടല്ലോ, അതിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് ഫീനിൽ അലാനിൻ ഹൈഡ്രോക്സിലേസ്. അപ്പോൾ ഈ എൻസൈംസിനൊക്കെ NADPS യൂട്ടിലൈസിങ് ആണ്. ദെൻ നിയാസിൻ ഡെഫിഷ്യൻസി. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു നിയാസിനെ പെല്ലഗ്ര പ്രിവെന്റിംഗ് ഫാക്ടർ ഓഫ് ഗോഡ്ബർഗ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ നിയാസിൻ ഡെഫിഷ്യൻസിൻ്റെ മെയിൻ സാധനമാണ് പെല്ലഗ്ര. ഓക്കെ, പെല്ലഗ്ര ഈസ് കോസ്ഡ് ബൈ ഡെഫിഷ്യൻസി ഓഫ് ട്രിപ്റ്റോഫൻ. അതുപോലെ നിയാസിൻ, നമ്മൾ നിയാസിൻ ഡെഫിഷ്യൻസി പെല്ലഗ്ര എന്ന് പറഞ്ഞു. അതുപോലെ ട്രിപ്റ്റോഫാൻ ഡെഫിഷ്യൻസി വഴി പെല്ലഗ്ര ഉണ്ടാകുന്നുണ്ട്. കാരണം എന്താണെന്നോ, ഈ നിയാസിൻ സിന്തസൈസ് ചെയ്യുന്ന ട്രിപ്റ്റോഫാനിന്. ഓക്കെ, അപ്പം നിയാസിൻ ട്രിപ്റ്റോഫാൻ സിന്തസൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രിപ്റ്റോഫാൻ കുറവാണെങ്കിൽ നിയാസിൻ കുറവല്ലേ? അതെ, അതുകൊണ്ട് ട്രിപ്റ്റോഫാൻ ഡെഫിഷ്യൻസിക്കും അതുപോലെ നിയാസിൻ ഡെഫിഷ്യൻസിയും പെല്ലഗ്രയുടെ ഒരു കാരണമാണ്. ഓക്കെ, പെല്ലഗ്ര സീൻ മോർ ഇൻ വിമൻ. ഓക്കെ, വിമനിലാണ് പെല്ലഗ്ര കൂടുതൽ കാണുന്നത്. കാരണം എന്താണെന്നോ, ഈ ട്രിപ്റ്റോഫാൻ്റെ മെറ്റബോളിസം, ട്രിപ്റ്റോഫാൻ ആണ് നിയാസിൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ട്രിപ്റ്റോഫാൻ നിയാസിൻ്റെ ഡെഫിഷ്യൻസി പെല്ലഗ്ര ഉണ്ടാവുന്നുണ്ട്. അപ്പം ഈ ട്രിപ്റ്റോഫാൻ്റെ മെറ്റബോളിസത്തിനെ തന്നെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട് വിമനിലുള്ള ഈസ്ട്രോജൻ മെറ്റബോളൈറ്റ്സ്. അതുകൊണ്ട് വിമനിൽ ഈസ്ട്രോജൻ മെറ്റബോളൈറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ട്. അത് ട്രിപ്റ്റോഫാൻ്റെ മെറ്റബോളിസത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അതുവഴി ട്രിപ്റ്റോഫാൻ അവിടെ ഉണ്ടാവത്തില്ല വിമനിൽ. അപ്പം പെല്ലഗ്ര കൂടുതൽ കാണുന്നത് വിമനിലായിരിക്കും. ഇനി സിംറ്റംസ് ഓഫ് പെല്ലഗ്ര, അത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഡെർമറ്റൈറ്റിസ്, ഡയറിയ, ഡിമെൻഷ്യ, ഡെലിറിയം. ആദ്യത്താണ് ഡെർമറ്റൈറ്റിസ്. അത് പറയുമ്പോൾ ഒരു ബ്രൈറ്റ് റെഡ് എരിത്മിയാണ്. ഓക്കെ, ബ്രൈറ്റ് റെഡ് എരിത്തിമ. അത് ഫീറ്റിൽ, ആംഗിൾസിൽ, ഫേസിലൊക്കെ കാണാം. അറൗണ്ട് ദ നെക്കിൽ ആ ഒരു റെഡിഷ് കളർ കാണുന്നതിനെയാണ് കാസൽസ് നെക്ലേസ് എന്ന് പറയുന്നത്. ഇനി ഡെർമറ്റൈറ്റിസ് ഇല്ലേ, ഇറ്റ് ഈസ് പ്രസിപ്പിറ്റേറ്റഡ് ബൈ എക്സ്പോഷർ ടു സൺലൈറ്റ്. സൺലൈറ്റിൻ്റെ ആ ഒരു എക്സ്പോഷർ കിട്ടുമ്പോൾ ഇത് പ്രസിപ്പിറ്റേറ്റ് ആവും. ദെൻ ഡയറിയ. ഡയറിയ മൈൽഡ് ആവാം, സിവിയർ ആവാം, വിത്ത് ബ്ലഡ് ആൻഡ് മ്യൂക്കസ്. വെയിറ്റ് ലോസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ദെൻ ഡിമെൻഷ്യ ക്രോണിക് കേസസിലാണ് കാണുന്നത്. ദെൻ ഡെലിറിയ, അത് അക്യൂട്ട് പെല്ലഗ്രിലാണ് കുറച്ചും കൂടെ കോമൺ ആയിട്ടുള്ളത്. ഇറിറ്റബിലിറ്റി, ഇന്നബിലിറ്റി ടു കോൺസെൻട്രേറ്റ്, പുവർ മെമ്മറി ഒക്കെ മൈൽഡ് കേസിൽ കുറച്ചുകൂടെ കോമൺ ആയിരിക്കും. അറ്റാക്സിയും സ്പാസിറ്റി ഒക്കെ നമുക്ക് കാണുന്നുണ്ട്. അപ്പം ഡയറിയ, ഡിമെൻഷ്യ, ഡെർമറ്റൈറ്റിസ് ആൻഡ് ഡെലിറിയം, ഇതൊക്കെയാണ് പെല്ലഗ്രയുടെ സിംറ്റംസ്. നിയാസിൻ ഡെഫിഷ്യൻസിയുടെ കോസസ്. ആദ്യം നമ്മൾ പറഞ്ഞു നിയാസിൻ ട്രിപ്റ്റോഫാൻ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ട്രിപ്റ്റോഫാനുള്ള ഡയറ്ററി ഡെഫിഷ്യൻസി നിയാസിൻ ഡെഫിഷ്യൻസിക്ക് ഒരു കാരണമാണ്. മെയ്സിലും സ്വർഗത്തിലൊക്കെ ട്രിപ്റ്റോഫാൻ്റെ ഡെഫിഷ്യൻസി കാണുന്നുണ്ട്. അതുപോലെയാണ് ഡെഫിഷ്യൻറ്റ് സിന്തസിസ്. കൈനുറിനേസ്, അതൊരു എൻസൈമാണ്. ട്രിപ്റ്റോഫാൻ പാത്വേക്കുള്ളൊരു എൻസൈമാണ്.
ഈ എൻസൈം എന്ന് പറയുന്നത് പിറിഡോക്സൽ ഫോസ്ഫേറ്റ് ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എൻസൈം കൈൻ യുറിനേസ് പിറിഡോക്സൈൽ ഫോസ്ഫേറ്റ് ഡിപ്പെൻഡൻ്റ് ആണ്. സോ കൺവേർഷൻ ഓഫ് ട്രിപ്റ്റോഫാൻ ടു നിയാസിൻ ഈസ് നോട്ട് പോസിബിൾ ഇൻ പിറിഡോക്സൽ ഡെഫിഷ്യൻസി. പിറിഡോക്സൽ ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ ട്രിപ്റ്റോഫാൻ നിയാസിനായിട്ട് മാറത്തില്ല. കാരണം എന്താ, ട്രിപ്റ്റോഫാൻ ഡെഫിഷ്യൻസിക്ക് കൈൻ യുറിനേസ് വേണം. ആ എൻസൈം ഈ പിറിഡോക്സൽ ഫോസ്ഫേറ്റ് ഡിപ്പെൻഡൻ്റ് ആണല്ലോ. സോ ഈ കൈൻ യുറിനേസ് എൻസൈം പിറിഡോക്സൽ ഫോസ്ഫേറ്റ് ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ട് ആ പിറിഡോക്സൽ ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ പിറിഡോക്സൽ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള കേസിൽ ട്രിപ്റ്റോഫാൻ നിയാസിനായിട്ട് മാറത്തില്ല. ദെൻ ഐസോനിയാസിഡ്, അതൊരു ആൻറ്റി ട്യൂബർക്കുലസ് ഡ്രഗ് ആണ്. അത് ഈ പിറിഡോക്സൽ ഫോസ്ഫേറ്റ് ഫോർമേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. പിറിഡോക്സൽ ഫോസ്ഫേറ്റ് ഇല്ലെങ്കിൽ ട്രിപ്റ്റോഫാൻ നിയാസിനായിട്ട് വീണ്ടും മാറത്തില്ലല്ലോ. സോ അപ്പോഴും ഐസോനിയാസിഡ് അത് ആൻറ്റി ട്യൂബർക്കുലസ് ഡ്രഗ് ആണ്. അതും ഈ പിറിഡോക്സൽ ഫോസ്ഫേറ്റ് ഫോർമേഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അതുവഴി ട്രിപ്റ്റോഫാൻ ഉണ്ടാവത്തില്ല, നിയാസിൻ ഉണ്ടാവത്തില്ല. ഓക്കെ, ദെൻ ട്രിപ്റ്റോഫാൻ അബ്സോർപ്ഷൻ ഫ്രം ഇൻഡസ്റ്റൈൻ ഇസ് ഡിഫക്റ്റീവ് ഇൻ ഹാർട്ട്നപ്പ് ഡിസീസ്. ഹാർട്ട്നപ്പ് ഡിസീസ് ഒരു കൺജെനിറ്റൽ ഡിസീസ് ആണ്. ആ ഡിസീസിൽ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ട്രിപ്റ്റോഫാൻ അബ്സോർപ്ഷൻ. ഓക്കെ, ട്രിപ്റ്റോഫാൻ അബ്സോർപ്ഷൻ ഈസ് ഫ്രം ഇൻഡസ്റ്റൈൻ. ഓക്കെ, ഇൻഡസ്റ്റൈനിൽ ട്രിപ്റ്റോഫാൻ അബ്സോർപ്ഷൻ ഡിഫക്റ്റീവ് ആയിരിക്കും ഹാർട്ട്നപ്പ് ഡിസീസിൽ. പിന്നെ ഉള്ളതാണ് കാർസിനോയിഡ് സിൻഡ്രോം. ഓക്കെ, കാരണം എന്താ, ഈ ഒരു ട്യൂമർ യൂട്ടിലൈസസ് മേജർ പോർഷൻ അവൈലബിൾ ഫോർ ട്രിപ്റ്റോഫാൻ ഫോർ സിന്തസിസ് ഓഫ് സെറട്ടോണിൻ. ഓക്കെ, സെറട്ടോണിൻ സിന്തസൈസ് ചെയ്യാനായിട്ടുള്ള ഒരു മേജർ പോർഷൻ ഓഫ് ട്രിപ്റ്റോഫാൻ. ഓക്കെ, അപ്പം ഈ ട്രിപ്റ്റോഫാൻ ഒരു മേജർ പോർഷനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയാ, സെറട്ടോണിൻ സിന്തസൈസ് ചെയ്യാൻ. അപ്പോൾ എന്താണ്, ഈ ട്രിപ്റ്റോഫാൻ അൺഅവൈലബിൾ ആവത്തില്ലേ. അപ്പം ട്രിപ്റ്റോഫാൻ അൺഅവൈലബിൾ ആണെങ്കിൽ നിയാസിൻ ഡെഫിഷ്യൻ്റ് ആവത്തില്ലേ, ആയിരിക്കും. അപ്പം ഇതൊക്കെയാണ് കോസസ്: ഡയറ്ററി ഡെഫിഷ്യൻസി ഓഫ് ട്രിപ്റ്റോഫാൻ, ഡെഫിഷ്യൻറ്റ് സിന്തസിസ് ഓഫ് കൈൻ യുറിനേസ്, അതുപോലെ ഐസോനിയാസിഡ്, ട്രിപ്റ്റോഫാൻ അബ്സോർപ്ഷൻ ഫ്രം ഇൻഡസ്റ്റൈൻ ഡിഫക്റ്റീവ് ഇൻ ഹാർട്ട്നപ്പ് ഡിസീസ്, പിന്നെ കാർസിനോയിഡ് ട്യൂമർ. കാരണം ഈ ട്യൂമർ ട്രിപ്റ്റോഫാൻ്റെ ഒരു മേജർ പോർഷൻ യൂസ് ചെയ്യുന്നുണ്ട് സെറട്ടോണിന് വേണ്ടി സിന്തസൈസ് ചെയ്യാൻ. ഓക്കെ, ഇനി റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് നിയാസിൻ അത് എവിടേക്കാണ് കാണുന്നത്? ഡ്രൈഡ് ഈസ്റ്റിൽ, റൈസ് പൊളിഷിംഗ്, ലിവർ, പീനട്ട്, ഫിഷ്, ഇതിലൊക്കെയാണ് നിയാസിൻ റിച്ചസ്റ്റ് സോഴ്സ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി അബൌട്ട് 60 milligram ഓഫ് ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്നതാണ് 1 milligram ഓഫ് നിയാസിൻ. ഓക്കെ, 60 milligram ഓഫ് ട്രിപ്റ്റോഫാൻ എന്തുണ്ട്? 1 milligram ഓഫ് നിയാസിൻ ഉണ്ട്. നോർമൽ റിക്വയർമെൻറ്റ് 20 milligram പെർ ഡേ ആണ്. പിന്നെ ലാക്ടേഷൻ സമയത്ത് 5 milligram അഡീഷണൽ ആയിട്ട് വേണം. ഇനി നിക്കോട്ടിനിക് ആസിഡ് ഇല്ലേ, അതിനൊരു തെറാപ്യൂട്ടിക് യൂസ് ഉണ്ട്. ഈ നിക്കോട്ടിനിക് ആസിഡ് ഫ്രീ ഫാറ്റി ആസിഡ്, അഡിപ്പോസ് ടിഷ്യൂവിൽ നിന്നുള്ള ഫ്രീ ഫാറ്റി ആസിഡിൻ്റെ ഫ്ലക്സിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ, അസറ്റിൽ കോയെ പൂള് ഭയങ്കരമായിട്ട് കുറയും. അതുപോലെ അതുവഴി സെറം കൊളസ്ട്രോൾ കുറയും. ഓക്കെ, നിക്കോട്ടിനിക് ആസിഡ് നമ്മൾ പറഞ്ഞു, നിക്കോട്ടിനിക് ആസിഡ് നിയാസിനൊക്കെ സിനോണിം ആണല്ലോ. അപ്പം ഈ നിക്കോട്ടിനിക് ആസിഡ് ഫ്രീ ഫാറ്റി ആസിഡിൻ്റെ ഫ്ലക്സിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അതുവഴി അസറ്റൈൽ പൂള് കുറച്ചിട്ട് സെറം കൊളസ്ട്രോൾ ലെവൽ കുറയും. പിന്നെ അതിനൊരു ടോക്സിറ്റി ആയിട്ട് പറയുന്നത്, നിക്കോട്ടിനിക് ആസിഡ് നമ്മൾ ഓറലി ഓർ പേരൻട്രലി കൊടുക്കുമ്പം ഒരു ട്രാൻസിയൻറ്റ് വാസോ ഡൈലേഷൻ ഉണ്ടാകുന്നുണ്ട് ക്യൂട്ടേനിയസ് വെസൽസിൻ്റെ. അതുവഴി ഹിസ്റ്റമിൻ റിലീസ്, ഇച്ചിങ്, ബേണിംഗ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഇത് നിക്കോട്ടിനിക് ആസിഡ് അല്ലെങ്കിൽ നിയാസിൻ്റെ ടോക്സിറ്റി ആയിട്ട് പറയുന്നതാണ്. വെൻ ഗിവൻ ഓറലി ഓർ പേരൻട്രലി പ്രൊഡ്യൂസ്ഡ് എ ട്രാൻസിയൻറ്റ് വാസോ ഡൈലേഷൻ ഓഫ് ദ ക്യൂട്ടേനിയസ് വെസൽസ് ആൻഡ് ഹിസ്റ്റമിൻ റിലീസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിയാസിനെ പറ്റി പറയാനായിട്ട്. അപ്പം നിയാസിനെ പറ്റി എന്താണ്, നമ്മൾ ജസ്റ്റ് അതിൻ്റെ സ്ട്രക്ചറിൽ എന്താണ്, അതിൻ്റെ 2 കോഎൻസൈം ഉണ്ട്. പിന്നെ NAD+ ഡിപ്പെൻഡ് ചെയ്യുന്ന എൻസൈം NADPS യൂട്ടിലൈസ് ചെയ്യുകയും ജനറേറ്റ്